ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചിക്കൻ റോൾ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ പലരും കഴിച്ചിട്ടുണ്ടാവും ചിക്കൻ റോളൊക്കെ. പക്ഷെ വീഡിയോയിൽ എങ്ങനെ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. 3 ഘട്ടം, അതായത് 3 സ്റ്റെപ്പായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ മാവ് നമുക്ക് കുഴച്ചെടുക്കണം. കുഴച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മസാലക്കൂട്ട് പ്രിപ്പയർ ചെയ്യണം. പിന്നെ ഇതെല്ലാം യോജിപ്പിച്ച് നമുക്ക് ചിക്കൻ റോളായി മാറ്റിയെടുക്കണം. അപ്പം ആദ്യത്തെ ഘട്ടത്തിൽ നമുക്ക് ചെയ്യേണ്ടത് മാവ് കുഴക്കലാണ്. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്നാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത്. ഒരു ബൗൾ നിങ്ങൾ എടുക്കുക. ഈ ബൗളിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഈസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ട് അല്പം വെള്ളം ഇതിൽ കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പം മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചൊന്ന് എടുക്കാം. അത് കഴിഞ്ഞ് 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ ഏകദേശം ഒരു 1.5 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ 1.5 കപ്പ് മൈദ ഇതിലേക്ക് ഇട്ടിട്ട് അതുപോലെ തന്നെ ഒരു സ്പൂണ് 1.5 ടീസ്പൂണിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ 1.5 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ നമ്മളിതിൽ ഒഴിച്ചിട്ട് ഒന്ന് നമ്മൾ കുഴച്ചെടുക്കണം. ഈ കുഴയ്ക്കുമ്പോൾ നമുക്ക് പിന്നീട് ആദ്യം നമ്മൾ കുറച്ചൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ കുഴയ്ക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് കട്ടി പോലെ തോന്നും. അപ്പം നമ്മൾ തുള്ളി തുള്ളിയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ നമ്മളൊരു ചപ്പാത്തിക്ക് കുഴയ്ക്കണ പോലെ ഒന്ന് കുഴച്ച് എടുക്കണം. അങ്ങനെ സെറ്റായി ഇരിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ എണ്ണ ഒന്ന് ചെറിയൊരു ഇത് കയ്യിലെടുത്തിട്ട് നമ്മളൊന്നിങ്ങനെ മേലെ ഒന്ന് പുരട്ടി കൊടുക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ആ ഒരു കളറും അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്നെസ് അല്ലെങ്കിൽ ഗ്ലേസിംഗ് എന്ന് പറയില്ലേ, ആ തിളക്കം കിട്ടാൻ വേണ്ടി നമുക്ക് നല്ലതാണ്. മാവ് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ അങ്ങനെ ഒരു 2 മണിക്കൂർ നമുക്കിത് മാറ്റി വെക്കണം. ഈ 2 മണിക്കൂർ മാറ്റി വെക്കണ ഗ്യാപ്പിൽ നമുക്കിതിൻ്റെ മസാല കൂട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ചിക്കൻ മിക്സിയിൽ അടിച്ചെടുക്കണം. ഈ ചിക്കൻ എന്ന് പറയുന്നത് വേവിച്ചെടുത്തതാണ്. കുക്കറിൽ നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ് മിക്സിയിൽ ഇപ്പോൾ അടിച്ചെടുക്കണത്. അങ്ങനെ അടിച്ചെടുത്ത ഏകദേശം നമുക്ക് ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റുക. അതിനുശേഷം നമുക്ക് അടുപ്പത്തോട്ടൊരു ചീഞ്ചട്ടി വയ്ക്കുക. ഈ ചീഞ്ചട്ടിയിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇന്ന തന്നെ ഒഴിക്കണം എന്ന് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് നിങ്ങൾക്കിതിൽ ഒഴിക്കാം. നമുക്കിവിടെ വെളിച്ചെണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഞങ്ങളിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു 10 വെളുത്തുള്ളിയുടെ പീസാണ് നമ്മളിതിൽ അരിഞ്ഞിട്ടത്. പിന്നെ ഒരു വലിയ സബോള. ഈ സബോള ഇപ്പോൾ ചെറുതാണെങ്കിൽ നിങ്ങൾക്കൊരു 3 എണ്ണമൊക്കെ എടുക്കേണ്ടി വരും. വലുതായതുകൊണ്ട് ഞങ്ങൾ 1 എണ്ണമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു 2 പച്ചമുളക്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പച്ചമുളക് നിങ്ങൾക്ക് എരിവ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് 1 എണ്ണം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവയെല്ലാം ചേർത്തിട്ട്, അതായത് സബോള, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ചെറിയൊരു വാട്ടം വരുന്നതോട് കൂടി തന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതൊന്ന് നമ്മളൊരു 1/2 ടീസ്പൂൺ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് നിങ്ങൾ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേപ്പിലയാണ്. വേപ്പില നമ്മൾ ഒരു തണ്ടാണ് അതിലേക്ക് പൊട്ടിച്ചിട്ടത്. അപ്പോൾ ഇവയെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് മസാലക്കൂട്ടുകൾ ഓരോന്നായിട്ട് ഇടാം. അതിന് ആദ്യമായിട്ട് തന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മസാലപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. ഇത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നമ്മൾ 1/2 ടീസ്പൂൺ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ ഏകദേശം നമുക്ക് സെറ്റായി വരുമ്പോൾ നമുക്കിതിലോട്ട് ചിക്കൻ്റെ പീസ് ഇടണം. അതിന് മുമ്പായിട്ട് ഇത് ഭയങ്കര ഡ്രൈ ആണെങ്കിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ചിക്കൻ പീസ് ഇട്ടിട്ട് ഒന്ന് നമ്മൾ ഇളക്കി സെറ്റാവും. ചിക്കൻ ഓൾറെഡി നമ്മൾ വേവിച്ച കാരണം ഇനി നമുക്ക് അധികം നേരം ഇട്ട് നമുക്ക് ഇളക്കേണ്ട ആവശ്യമില്ല. ഒന്നെല്ലാം യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഈ മസാലക്കൂട്ട് നമ്മുടെ പ്രിപ്പയർ ആയി.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് മസാലക്കൂട്ട് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ സംഭവം നമ്മളിനി മാറ്റി വയ്ക്കുക. ഇതിൽ ഉപ്പ് പോരായകയുണ്ടെങ്കിൽ ഉപ്പ് നമുക്കിപ്പോൾ കഴിച്ചു നോക്കിയിട്ട് ഈ മസാലക്കൂട്ടിന് ഉപ്പ് ചിലപ്പോൾ നമുക്ക് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടി ഇടാനുള്ള ഒരു സമയമുണ്ട് നമുക്ക്. ഇത് നെക്സ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം. കാരണം നമ്മൾ ഈ കട്ട്ലേറ്റ് ഇതൊക്കെ നമ്മൾ മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് പൊടിയൊക്കെ ഉപയോഗിക്കില്ലേ, അതുപോലെ നമ്മൾ ബ്രെഡ് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അങ്ങനെ ആ പൊടി നമുക്ക് റെഡിയായി. ഇനി നമ്മൾ ആ 2 മണിക്കൂർ മാറ്റി വെച്ച ഇനി നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കണം. അതിനു മുമ്പായിട്ട് നമ്മൾ ഓരോ ഉരുളകളായിട്ട് നമ്മൾ മാറ്റി വെക്കുകയാണ് എല്ലാതും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉരുളകളായിട്ട് ആദ്യം ഇത് നമുക്ക് ഏകദേശം ഒരു 8 എണ്ണം നമുക്ക് ഉണ്ടാക്കാനുള്ളതാണ് ഈ 1.5 കപ്പ് മൈദയിൽ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഈ മസാല അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് നമുക്കൊന്ന് ചുരുട്ടി എടുക്കണം. അതായത് നമ്മൾ ചിക്കൻ റോളൊക്കെ വാങ്ങിച്ച് പറഞ്ഞിട്ടില്ലേ, നീളത്തിൽ, അതായത് ഒരു സിലിണ്ടർ പോലെ അങ്ങനെ നമ്മൾ ചുരുട്ടി നമ്മളതൊന്ന് ഷേപ്പാക്കി എടുക്കണം. അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യുക. അങ്ങനെ നമുക്കൊരു 9 റോളൊക്കെ ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ നേരെ ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചിട്ട് ഇത് മൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ മൊരിച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ ബ്രെഡ് പൊടിയിലൊക്കെ മുക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ മുക്കിയതിന് ശേഷം ആ ബ്രെഡ് പൊടിച്ചതിലേക്ക് നമ്മളൊന്ന് അതിന് മേലൊന്ന് വിതറി മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് 2ാം തവണയും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യണം. അതായത് ഇത് വീണ്ടും നമ്മൾ വെള്ളത്തിലോട്ട് മുക്കിയിട്ട് വീണ്ടും അതിന് മേലെ ഈ പൊടി ഒന്നുകൂടി ഇടണം. എന്നാലാണ് നമുക്ക് ആ ഒരു ടേസ്റ്റ്, അതായത് നമ്മൾ ചിക്കൻ റോളിൻ്റെ ആ ഒരു പുറമത്തെ ആ ഒരു ഔട്ടർ ലെയറിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ആ ടേസ്റ്റും അതിൻ്റെ ഒരു ക്രിസ്പിനെസ്സും അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്യണം. അങ്ങനെ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചീഞ്ചട്ടിയിൽ മൊരിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഓരോ സൈഡും അത് മറച്ചിട്ട് കൊടുക്കണം. ഒരു വേവ് ഏകദേശം ആകുമ്പോൾ ഒരു ഗോൾഡൻ കളറൊക്കെ നമുക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡും കൂടി ഇട്ടിട്ട് മൊരിച്ചെടുക്കണം. പിന്നെ ഉള്ളിലേക്ക് നമുക്ക് അധികം വേവിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ചിക്കനൊക്കെ ഓൾറെഡി നമ്മൾ വേവിച്ചെടുത്ത കാരണം നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല, അധികം സമയം എടുക്കില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ നമുക്ക് മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം റെഡി. അതായത് ഇതാണ് ചിക്കൻ റോള്. വളരെ എളുപ്പമാണ് ഇത് ശരിക്കും. നിങ്ങൾ ഇതിൻ്റെ സ്റ്റെപ്പ് നമുക്ക് കൂടുതലായിട്ട് പെട്ടെന്ന് തോന്നും, പക്ഷേ ഇത് 2 സ്റ്റെപ്പാണ്. ഒന്ന് മാവ് കുഴയ്ക്കുന്നത്, നമ്മൾ ചപ്പാത്തിക്കും കുഴയ്ക്കില്ല, അതുപോലെ മാവ് കുഴച്ചെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ മസാലക്കൂട്ട് ഇതിൽ ആഡ് ചെയ്ത് അതൊന്ന് നമ്മൾ ആ ഒരു ഷേപ്പിലാക്കി എടുക്കുക എന്നൊരു പരിപാടി മാത്രമാണ് ഇതിലുള്ളൂ. അപ്പോൾ നിങ്ങൾ വീടുകളിൽ ഇത് ട്രൈ ചെയ്യുക, തീർച്ചയായും നിങ്ങൾക്കത് ഇഷ്ടപ്പെടും. കാരണം നമ്മൾ ഇത് അതേ ടേസ്റ്റ് തന്നെയാണ്, അതായത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ.